ദൈവിക കരുതൽ നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ, ദൈവിക പദ്ധതിയും ദൈവിക വിശ്വസ്തതയും ദൈവിക പദ്ധതി നമ്മുടെ മേൽ തുറക്കപ്പെടണമെങ്കിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലേവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമ്മൾ എപ്പോഴും ഒരു കംഫോർട്ട് സോൺ അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ എപ്പോഴും സുരക്ഷിതമായി ഇരുപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ അല്ല നമ്മളെപ്പോഴും സേഫ് ആയിരിക്കുന്നത്, സുരക്ഷിതത്തോടെ ആയിരിക്കാൻ കഴിയുന്നത്, മറിച്ച് ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി നമ്മുടെ കൂടെ ഇരിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും സുരക്ഷിതത്തോടെ നമ്മൾ ജീവിക്കുവാൻ. ഏറ്റവും സേഫായി കംഫോർട്ടായിട്ട് ജീവിതം മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആയിത്തീരാൻ നമ്മുടെ കഴിവിനേക്കാൾ അപ്പുറം ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ ഓരോ ദിവസം അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ദൈവം നമ്മളെ വഴി നടത്തുന്നത്. പക്ഷേ ആമോസിൻ്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ദൈവജനം ദൈവ വഴി വിട്ടു പോകുമ്പോൾ, പാവം അവരിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദൈവത്തിന് അനീതി അവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ലൈഫിനകത്തുള്ള എല്ലാ സുരക്ഷിതവും നഷ്ടപ്പെട്ട് അവർ ഈസി ആയിട്ട് ശത്രുക്കൾക്ക് വന്ന് ഫൈറ്റ് ചെയ്യുവാൻ, അവരോട് യുദ്ധം ചെയ്യുവാൻ, അവരെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അവരുടെ ലൈഫിനകത്ത് തോൽവികൾ ഉണ്ടാകാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിനകത്ത് എല്ലാ സുരക്ഷിതത്വങ്ങളും നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് ദൈവജനം പോകാൻ ആമോസ് പ്രവചിച്ച് പറയുന്ന കാര്യം ഇതാണ്. 6-ാം അധ്യായത്തിൽ പറയുന്നു, കാരണം അവർ ദൈവ വഴി വിട്ടുമാറിയത് കൊണ്ടാണ്. എപ്പോഴും മനസ്സിലാക്കുക, ദൈവിക കരുതൽ നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ, ദൈവിക പദ്ധതിയും ദൈവിക വിശ്വസ്തതയും ദൈവിക പദ്ധതി നമ്മുടെ മേൽ തുറക്കപ്പെടണമെങ്കിൽ എപ്പോഴും ആ ദൈവ സാന്നിധ്യത്തോടും ദൈവം പറയുന്ന വാക്കിനോടും ദൈവത്തോടും മറത്തു നിൽക്കാതെ ആ സ്നേഹബന്ധത്തിനകത്ത് തുടരുന്നവർക്ക് മാത്രമേ യഥാർത്ഥ ദൈവിക സുരക്ഷിതത്വം അനുഭവിച്ചറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കർത്താവെ, ആ ദൈവികമായ ഒരു സുരക്ഷിതത്വം, ആ ദൈവികമായ പ്രൊട്ടക്ഷനുള്ളിൽ നമ്മൾ ഓരോരുത്തരും നടത്തപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മളായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും ദൈവിക സുരക്ഷിതത്വം ഓരോ നിമിഷവും അനുഭവിച്ച് ജീവിപ്പാൻ, കർത്താവ് പറഞ്ഞ വഴികളിൽ നടക്കുവാനും കർത്താവ് പറഞ്ഞ വാക്കുകൾ അനുസരിക്കുവാനും നമ്മളെ തന്നെ പ്രാപ്തരാക്കി മാറ്റിയാൽ ഓൾവേസ് ഏതു സമയത്തും ആ ദൈവിക കരവലയത്തിനുള്ളിൽ, ആ ദൈവിക സുരക്ഷത്തിനുള്ളിൽ നമ്മളെപ്പോഴും സേഫായിരിക്കും. ഒന്നിനെ ഓർത്തും ഭയപ്പെടാതെ ദൈവിക കരങ്ങളിൽ സുരക്ഷിതയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. God bless you all. Amen.